മക്കൾ ഇടി കണ്ടോ? നല്ല ചങ്ക് പൊളിക്കണടി. നീ എത്ര ഉച്ചത്തിൽ നിലവിളിച്ചാലും പുറത്ത് കേൾക്കൂല. സാറ് വീട്ടിൽ പോണം സാർ. 5 മിനിറ്റ് മതിടാ എനിക്ക് നിന്നെ കൊണ്ട് ചോര തൊപ്പിക്കാൻ. ഇടോ ആ പുറത്തോട്ടുള്ള വാലടക്കി. അടയ്ക്കരുത്. നിന്റെ സമയം അടുത്തല്ലടാ കഴിവേറി. നീ ഞങ്ങളുടെ വാരിക്കുഴിയിൽ വീണ ഒറ്റയാനല്ലടാ. മുകളിൽ നിന്ന് ഉത്തരവ് വന്നു. ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കൊന്നുകളയാനാ പറഞ്ഞത്. പൂട്ടടോ. ഗ്രഹണി ആസ്മയൊക്കെയുള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. അയാൾക്കെന്നല്ല, നേരിട്ട് എന്നെ വെല്ലുവിളിക്കുന്ന ആർക്കും അതിന് കഴിയില്ല സർ. സൂപ്പർമാനാ. എന്നാ നമുക്ക് തുടങ്ങാം. അടി കൊണ്ടാ പ്രശ്നമില്ലാത്ത ആൾക്കാർക്കൊക്കെ മുന്നോട്ട് വരാം, അല്ലാത്തവരൊക്കെ കുറച്ച് പുറകോട്ട് മാറി നിൽക്കണം. അപ്പൊ തുടങ്ങാം അല്ലേ? പിന്നെ ഹര ഹരോ ഹര. വെറുതെ ഒരു ഫൈറ്റിനേക്കാൾ ഉപരിയായിട്ട് ആ നായകൻ അടിക്കണമെങ്കിൽ അവിടെ ഇരിക്കുന്ന തിയേറ്ററിലുള്ള ആളുകളുടെയൊക്കെ കൈ പെരുത്ത് നിൽക്കുന്ന സമയത്ത് അടി പൊട്ടാവുള്ളൂ എന്നുള്ള നിർബന്ധം മാത്രമാണ്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇറങ്ങി ഓടണം തോന്നിയാൽ അത് നടക്കത്തില്ല. അടിയടാവനെ. നമുക്കറിയില്ലല്ലോ ലാൽസാർ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാം ലാൽസാറിന് ഒടുക്കത്തെ പനിയാണ് ആ സമയത്ത്. ലാൽസാർ ചാടില്ലേ? എന്നാ സാർ ലാൽസാർ തന്നെ. സാർ ആക്ഷൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നതും കടകടകടാന്ന് പറഞ്ഞൊരു സാധനം വന്ന് പുള്ളി ഒരു കാലിങ്ങനെ എടുത്ത് വെച്ച് വേറെ അപ്പം മുണ്ടടക്കം പുള്ളിക്ക് വേണ്ടി അഭിനയിച്ചു എന്നുള്ളതാണ്. നമ്മളൊരു പരിപാടി എക്സ്പെക്ട് ചെയ്താൽ അതിനൊരു 10 ഇരട്ടിക്ക് മേളിൽ ഒരു റിസൾട്ട് തരിക എന്ന് പറയുന്നതാണ് ലാലേട്ടൻ. നിന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേരെ ഒറ്റ വീണ്ടും കാട് കയറിയുന്നു.